വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊന്ന് പുറത്തു പോവാണേ. ശനിയാഴ്ചയാണ്, രണ്ടുപേരും ഫ്രീ ആണ്. അതുകൊണ്ട് അപ്പുക്കുട്ടനെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. അപ്പുക്കുട്ടൻ്റെ മുഖത്ത് കവിളിൻ്റെ ഇവിടെ ആയിട്ട് ഒരു പാട് വരുന്നുണ്ട്. അത് മുന്നേ നമ്മൾ ഹോസ്പിറ്റലിൽ കാണിച്ചിട്ടുണ്ട്. അപ്പം തന്നെ മാറുമെന്ന് പറഞ്ഞ്, പക്ഷെ ഇതുവരെ മാറിയില്ല. അതുകൊണ്ട് ഒന്നുകൂടി പോവാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിലോട്ട് പോവുകയാണ്. പിന്നെ ഒരു കാര്യം, നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇനി ഒരു 5-6 സബ്സ്ക്രൈബേഴ്സ് കൂടി ആയാൽ 1K ആവും. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ചെറിയ ചെറിയ കുട്ടി കുട്ടി കാര്യങ്ങളൊക്കെ ഒന്ന് ക്യാപ്ചർ ചെയ്തിടാന്ന് വിചാരിച്ചു. അപ്പോൾ കാണാമേ. അപ്പുക്കുട്ട എങ്ങോട്ട് നോക്ക്, ഹായ് പറ. എന്തേ? അപ്പുക്കുട്ടന് ഈ മുഖത്ത് വെള്ളപ്പാട് പോലെ വരാൻ തുടങ്ങിയിട്ട് കുറച്ചായി. നമ്മൾ ഇതിനു മുന്നേ ഹോസ്പിറ്റൽസിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ വലിയൊരു മാറ്റം വരുന്നില്ല. അതുകൊണ്ട് ഇന്ന് ഒന്നും കൂടി പോയി കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പൂൻ്റെ സ്കിന്ന് ഭയങ്കര സെൻസിറ്റീവാണ്. പിന്നെ ഡസ്റ്റിൻ്റെ അലർജിയൊക്കെ ഉണ്ടെന്ന് ഒരു തവണ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഒന്നും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ മാറുമെന്ന് പറഞ്ഞു. എങ്കിലും നമുക്കൊരു ടെൻഷൻ. അതുകൊണ്ടാണ് ഇന്ന് രണ്ടുപേരും ഫ്രീ ആയതുകൊണ്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ നേരെ ഹോസ്പിറ്റലിൽ പോയി ടോക്കണൊക്കെ എടുത്തു, ഡോക്ടറെ കാണിച്ചു. കുഴപ്പമൊന്നുമില്ല, മാറുമെന്ന് പറഞ്ഞായിരുന്നു. ഓയിൽമെൻറ്റൊക്കെ തന്നു. പിന്നെ വൈറ്റമിൻ്റെ ടാബ്ലറ്റ് തന്നിട്ടുണ്ടായിരുന്നു. വൈറ്റമിൻ്റെ കുറവ് എങ്ങനെയാണ് ഇയാൾക്ക് വരുന്നതെന്ന് എനിക്കറിയാൻ വയ്യ. കാരണം ഫുഡൊക്കെ നല്ല ഫുഡാണ് കൊടുക്കുന്നത്. പക്ഷേ ഇന്നിപ്പോൾ പറഞ്ഞു ചോക്ലേറ്റ്സ്, ബേക്കറിയൊക്കെ കുറയ്ക്കണമെന്ന് പറഞ്ഞു. അതൊക്കെ കഴിക്കാറുണ്ട്, കഴിക്കുന്നില്ല എന്ന് പറയുന്നില്ല, കഴിക്കാറുണ്ട്. പക്ഷേ ഇനിയിപ്പോൾ ഒന്ന് കുറയ്ക്കാം. പിന്നെ നമ്മൾ ഡോക്ടറെയൊക്കെ കണ്ടു, മെഡിസിനൊക്കെ വാങ്ങിയതിന് ശേഷം നേരെ ക്യാൻറ്റീനിലേക്ക് പോയി. കാരണം രാവിലെ നമ്മൾ ലൈറ്റായിട്ടേ കഴിച്ചോളൂ, ഓട്സാണ് കഴിച്ചത്. പിന്നെ ക്യാൻറ്റീനിൽ പോയി നല്ല ചപ്പാത്തിയും വെജിറ്റബിൾ കറിയൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകാനായിട്ട് ഇറങ്ങി കേട്ടോ. ഇനി വീട്ടിൽ ചെന്നിട്ട് ലഞ്ച് ഉണ്ടാക്കണം. കാരണം നമ്മൾ രാവിലെ ഇറങ്ങിയാലല്ലേ നേരത്തെ പോകാൻ പറ്റുമെന്ന് വിചാരിച്ചാണ് നേരത്തെ വന്നത്. അപ്പോൾ വീട്ടിൽ ലഞ്ചൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇതേപോലെ നമ്മൾ നല്ല വിശന്നായിരിക്കും ഇനി വീട്ടിൽ ചെല്ലുന്നത്. ആ സമയത്ത് ഉണ്ടാക്കുന്ന ഫുഡാണ് കപ്പ പുഴുങ്ങിയതും, ഒന്നുകിൽ മീനാണെങ്കിൽ മീൻ വറുക്കും. അപ്പോൾ ഇനി പോണ വഴിക്ക് വേടിക്കണം, കുറച്ച് വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ വേടിക്കണം. കാരണം അതൊന്നും ഞാൻ ഇതിനകത്ത് ഷൂട്ട് ചെയ്തിട്ടില്ല. എന്ന് വെച്ചാൽ പകുതി ആകുമ്പോൾ ഞാൻ മറന്നു പോകും കേട്ടോ. ഞാൻ വ്ളോഗ് എടുക്കാൻ തുടങ്ങി, അല്ലെങ്കിൽ വീഡിയോ എടുക്കണം, യൂട്യൂബിൽ ഇടണം, ആ കാര്യങ്ങളൊക്കെ ഞാൻ മറന്നു പോകും. അത് എന്താണോ എന്തോ, ചേട്ടൻ അതിന് എന്നെ ഇങ്ങനെ വഴക്കല്ല, പിന്നെ എന്താ നീ എടുക്കുന്നേ, എന്താ ഓർമ്മയില്ലാത്തതെന്നൊക്കെ ചോദിക്കാറുണ്ട്. അങ്ങനെ നേരെ വീട്ടിൽ ചെന്നു, കപ്പ പുഴുങ്ങി, ചിക്കൻ ഫ്രൈ ചെയ്യാനൊക്കെ വെച്ചു. നല്ല വിശപ്പുണ്ട്. അപ്പോൾ ചിക്കൻ ഫ്രൈ ആയി കഴിഞ്ഞു, പക്ഷേ കപ്പ ഇതുവരെ വെന്തില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ, ടേക്ക് കെയർ, സപ്പോർട്ട് ചെയ്യണം.